ദൈവത്തിൻ്റെ വലിയ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വൈകുന്നേര സമയത്ത് തിരുവചന പഠനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് വീണ്ടും കടന്നു വരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിച്ചു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒപ്പം സൂമിലും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേണ്ടതാകുന്ന ആരോഗ്യബലത്തെ പ്രിയപ്പെട്ടവർക്കും ദൈവം ദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 25-ാമത്തെ അധ്യായം അതിൻ്റെ 26 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ ചില ഭാഗങ്ങൾ നമ്മൾ അധികം ഡീറ്റെയിൽ ആയിട്ട് പോകാൻ നമുക്ക് സമയം ലഭിക്കാത്തതുകൊണ്ട് കുറച്ച് വേഗത്തിൽ കടന്നു പോവുകയുണ്ടായി. ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ചിന്തിച്ചതിന് ശേഷം 26-ലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ അതിൻ്റെ 27-ാമത്തെ വാക്യം മുതൽ നമുക്ക് ഒന്ന് വായിക്കാം. 27 മുതൽ. കുട്ടികൾ വളർന്നു. ഏശാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയും യാക്കോബ് സാധുശീലനും കൂടാരവാസിയും ആയിരുന്നു. മക്കളില്ലാതിരുന്നതാകുന്ന അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവും മനസ്സിലാക്കി 20 വർഷത്തോളം അതിൻ്റെ ഭാരം പേറി വളരെ വേദന സഹിച്ച്, കുഞ്ഞുങ്ങളില്ല എന്നുള്ളതാകുന്ന ഭാരം സഹിച്ച് പ്രയാസപ്പെട്ട് കഴിഞ്ഞു പോയതാകുന്ന ദമ്പതികൾക്ക് 20 വർഷത്തിന് ശേഷം കുട്ടികൾ ഉണ്ടായി. ആ കുട്ടികൾ ഉണ്ടായപ്പോൾ അവരുടേതാകുന്ന പ്രത്യേകതകളാണ് ഇവിടെ 27-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. കുട്ടികൾ വളർന്നു. ഏശാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരി. ഏശാവിൻ്റെ സ്വഭാവ സവിശേഷത നമ്മളിവിടെ കാണുകയാണ്. ഒരേ ഉദരത്തിൽ നിന്നും പുറപ്പെട്ടു വന്നതാകുന്ന 2 മക്കൾ, ഒരേ സമയത്ത് ഒരു ദിവസം ഉണ്ടായതാകുന്ന 2 മക്കൾ, ഒരമ്മ പെറ്റ 2 മക്കൾ. പക്ഷെ വ്യത്യസ്തങ്ങളാകുന്ന 2 സ്വഭാവങ്ങൾ അവരിലൂടെ പ്രകടമാകുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. ഒന്ന്, ഇങ്ങനെ പറയാം, വീട്ടിൽ കയറാതെ വണ്ണം വനത്തിലൂടെ കാട്ടിലൂടെ നടക്കുന്ന ഒരു പുത്രൻ. ഒരുവൻ എപ്പോഴും വീട്ടിന് പുറത്തു പോകാതെ വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്ന വേറൊരു പുത്രൻ. രണ്ടും വ്യത്യസ്തങ്ങളാകുന്ന സ്വഭാവമുള്ള 2 മക്കൾ. വേട്ടയിൽ സമർത്ഥനായ ഒരു ഏശാവ്. അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിന് പല കൂട്ടുകാർ തനിക്കുണ്ട് എന്നുള്ളത് നമുക്ക് ഈ വചനത്തോടുള്ള ബന്ധത്തെ മനസ്സിലാക്കുവാനായി കഴിയും. ഒരു ക്ലാസ്സിൽ മിടുക്കനാണ്, ക്ലാസ്സിൽ സമർത്ഥനാണെന്ന് പറഞ്ഞാൽ അനേകം കുട്ടികൾ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അതിൽ ഒരുവനാണ് സമർത്ഥൻ. അങ്ങനെ വേട്ടയ്ക്ക് പോകുന്ന ഒത്തിരി പേർ തൻ്റെ കൂടെയുണ്ട്. അതിൽ ഒരുവനാണ് സമർത്ഥനായ ഏശാവ്. തിരുവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ 2 വേട്ടക്കാരെ കുറിച്ചാണ് നമ്മൾ തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ കാണുന്നതാകുന്ന ബാബേൽ ഗോപുരത്തിൻ്റെ ആ ശില്പിയാകുന്ന നിമ്രോദാണ്. നായാട്ടുവീരൻ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. തിരുവചനത്തിൽ നമ്മൾ കാണുന്ന 2-ാമത്തെ വേട്ടക്കാരൻ, നായാട്ടുകാരനാണ് ഏശാവ്. ഇവർ 2 പേരെയും ദൈവത്തിന് പ്രസാദമില്ല, ദൈവത്തിന് അവരിൽ ഇഷ്ടമില്ല, ദൈവം അവരെ വെറുക്കുന്നു എന്നുള്ളത് അവരോടുള്ള ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. ഒരിക്കൽ പോലും വീട്ടിൽ കയറാതെ വനത്തിലൂടെ ചുറ്റി സഞ്ചരിക്കുന്ന ഏശാവ്. അവിടെ പക്ഷേ ഏശാവിന് പ്രിയനാകുന്ന പിതാവ് ഏശാവിനെ വളരെയധികം സ്നേഹിക്കുന്നതും നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. എന്നാൽ മാതാവ് 2-ാമത്തെ പുത്രനാകുന്ന യാക്കോബിനെ അധികമായി സ്നേഹിക്കുന്നതും നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. യാക്കോബ് സാധുശീലനായ മനുഷ്യൻ, കൂടാരവാസി, എപ്പോഴും അമ്മയോടൊത്ത് കഴിയുന്നതാകുന്ന ഒരു മകനായി നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായി സാധിക്കും.
രണ്ട് വ്യത്യസ്തങ്ങളാകുന്ന സ്വഭാവമുള്ള രണ്ട് മക്കൾ. ഇതിൻ്റെ അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ രണ്ടുപേരെയും മാതാപിതാക്കൾ വ്യത്യസ്തമായി സ്നേഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായി കഴിയുന്നുണ്ട്. ഇസ്ഹാക്ക് ഏശാവിനെ സ്നേഹിച്ചു. അവൻ്റെ സ്വഭാവ ഗുണം കൊണ്ടല്ല, അവൻ്റെ ഉള്ള ഏതെങ്കിലും നല്ല കാര്യങ്ങളെ കൊണ്ടല്ല, കേവലം വല്ലപ്പോഴും കൊണ്ടുവരുന്നതാകുന്ന വേട്ടയിറച്ചി, താൽക്കാലികങ്ങളാകുന്ന കാര്യം നടക്കുന്നതിനു വേണ്ടി സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു പിതാവിനെ നമുക്കവിടെ കാണുവാനായി കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ യാക്കോബിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ റിബേക്ക യാക്കോബിനെ സ്നേഹിച്ചു. ഇവിടെ ഒരു പാർഷ്വാലിറ്റി അവരുടെ സ്നേഹത്തിൽ നിന്നും പ്രകടമാകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മാതാപിതാക്കന്മാർ മക്കളെ വ്യത്യസ്തങ്ങളായി സ്നേഹിച്ചാൽ അതിൽ പാർഷ്വാലിറ്റി കാണിച്ചാൽ രണ്ട് അപകടങ്ങൾ അത് വിളിച്ചു വരുത്തും. ഒന്ന്, അവരെ എന്നേക്കുമായി നഷ്ടപ്പെടുന്നതിന് അത് കാരണമാക്കും. രണ്ട്, ഈ മക്കൾ വളർന്നു വരുമ്പോൾ തമ്മിൽ ശത്രുക്കളായി തീരുന്നതിന് അത് കാരണമാക്കും. യാക്കോബിനെ ഏറ്റവും അധികമായി റിബേക്ക സ്നേഹിച്ചു. ഒരു ദിവസം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ രാത്രിക്ക് രാത്രി, തിടുക്കത്തിൽ യാക്കോബിനെ പദ്ദൻഅരാമിലേക്ക് പറഞ്ഞയക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ സംഭവിച്ചതാവുന്ന കാര്യം, ഈ അമ്മ റിബേക്ക പിന്നീട് ഒരിക്കലും യാക്കോബിനെ കണ്ടിട്ടില്ല. സംഭവിച്ചതാവുന്ന കാര്യം, ഈ യാക്കോബ് 20 വർഷത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ ഈ അമ്മ ഭൂമുഖത്തില്ല. റിബേക്കയെക്കുറിച്ച് തിരുവചനത്തിൽ നമ്മൾ വേറെ ഭാഗങ്ങളിൽ കാണുന്നില്ല. 35-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ തൻ്റെ പിതാവിനെ താൻ സന്ദർശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. 49-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യാക്കോബ് തൻ്റെതാവുന്ന ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ തൻ്റെ മാതാവിനെ കുറിച്ച് പറയുന്ന ഏക കാര്യം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. മക്പേല ഗുഹയിൽ അബ്രഹാമിനെയും അബ്രഹാമിൻ്റെ ഭാര്യയായ സാരയെയും ഇസ്ഹാക്കിനെയും ഇസ്ഹാക്കിൻ്റെ ഭാര്യയായ റിബേക്കയെയും യാക്കോബിൻ്റെ ഭാര്യയാകുന്ന ലേയയെയും അവിടെ അടക്കി എന്നുള്ളതാകുന്ന ഒരു ഭാഗമാണ് നമുക്ക് റിബേക്കയെ കുറിച്ച് കാണുവാൻ സാധിക്കുന്ന ഏക കാര്യം. മക്കളെ വിഭാഗിച്ച് അവരെ വ്യത്യസ്തമായി സ്നേഹിക്കുമ്പോൾ നഷ്ടപ്പെടുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അവരെ നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുവാൻ ഇടയായിത്തീരുന്നു. രണ്ടാമത്തെ കാര്യം, ഏശാവും യാക്കോബും തമ്മിൽ വളരെ വലിയതാകുന്ന ശത്രുക്കളായി മാറുവാൻ കാരണമായി തീർന്നു. പാർഷ്വാലിറ്റി ശത്രുതയ്ക്ക് വഴിവെക്കും. നമ്മൾ തുടർന്നുള്ളതാവുന്ന അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ യാക്കോബ് തനിക്കുണ്ടായ 12 മക്കൾ, 12 മക്കളിന് വ്യത്യസ്തമായി ജോസഫിനെ സ്നേഹിച്ചു. മറ്റാർക്കും നൽകാത്തതാകുന്ന ഒരു അങ്കി ജോസഫിന് മാത്രമായി നൽകി. ഇത് ജോസഫിൻ്റെ സഹോദരങ്ങൾ ജോസഫിനെ വെറുക്കുന്നതിനും തന്നെ കൊല്ലുവാൻ ഇടയന്വേഷിക്കുന്നതിനും കാരണമാക്കി.
ഏതങ്കി യാക്കോബ് ജോസഫിന് നൽകിയോ, കുറെ നാളുകൾക്ക് ശേഷം രക്തം പുരട്ടിയതാകുന്ന നിലയിൽ ഈ അങ്കി ഈ സഹോദരങ്ങൾ ഈ പിതാവിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുവാനിടയായി. പാർഷ്വാലിറ്റി അത് ദോഷം ചെയ്യും. മിസ്രയീമിലെ കച്ചവടക്കാർക്ക് ഒടുവിൽ അവർ വിൽപ്പന നടത്തുന്നതും നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ വീണ്ടും കടന്നു വരുമ്പോൾ ഏലി പുരോഹിതനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഏലി പുരോഹിതൻ്റെതാവുന്ന മക്കൾ ഏറ്റവും പാപം ചെയ്ത് കൊള്ളരുതാത്തവരായി ഏറ്റവും മ്ലേച്ഛത ദൈവാലയത്തിൽ പ്രവർത്തിച്ചവരാണ് ഏലിയുടെ മക്കൾ. അവരെ ശാസിച്ചമർത്തേണ്ട സമയത്ത് അവരെ ശാസിച്ചമർത്തിയില്ല. അതിൻ്റെ ഫലമായി ഏലിയും ഏലിയുടെ മക്കളും ഒരു ദിവസത്തിൽ തന്നെ മരിക്കുവാൻ ഇടയായിത്തീർന്നു. വീണ്ടും നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പീലാത്തോസ് നിഷ്കളങ്കനാകുന്ന, നീതിമാനാകുന്ന, കുറ്റമില്ലാത്തവനാകുന്ന, പാപമില്ലാത്തവനാകുന്ന നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ നോക്കി നീതിയോടെ വിധി വിധിക്കാതെ ജനത്തിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. അതിൻ്റെ ഫലമായി നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെടുവാൻ ഏൽപ്പിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇതൊക്കെയും മനസ്സിലാക്കുന്നത് പാർഷ്വാലിറ്റി വളരെയധികം ദോഷം ചെയ്യും എന്നുള്ളതാണ്. നമുക്കറിയാം, ഞാൻ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഭവ ചരിത്രമുണ്ട്. പണ്ടുകാലത്ത് മാതാപിതാക്കന്മാർക്ക് അഞ്ചും ആറും മക്കളൊക്കെ ഉണ്ടാകും. ഈ അഞ്ചും ആറും മക്കളുണ്ടാകുമ്പോൾ എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം കൊടുക്കും. അതിൽ ഒരുവന് മാത്രം അല്പ വിദ്യാഭ്യാസം കൊടുത്ത് അവരുടെ കൂടെ നിർത്തും. അവർക്ക് അവനോട് സ്നേഹമുള്ളതുകൊണ്ടാണ്. പക്ഷേ മറ്റു സഹോദരങ്ങളൊക്കെയും നല്ല വിദ്യാഭ്യാസം ലഭിച്ച് നല്ല വിദ്യാഭ്യാസം ലഭിച്ച് നല്ല ജോലി ലഭിച്ച് അവർ അമേരിക്കയിലോ UK ഗൾഫിലൊക്കെ പോകും. വർഷത്തിലൊരിക്കൽ ഒരു ചോക്ലേറ്റ് കൊണ്ടുവന്ന് ഹായ് മമ്മി, ഹായ് ഡാഡി എന്നൊക്കെ പറഞ്ഞ് അവർക്ക് കൊണ്ടേ കൊടുക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാകും. അവർ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി നല്ല മുഖമൊക്കെ മിനുക്കി പെർഫ്യൂമൊക്കെ അടിച്ച് മാതാപിതാക്കന്മാരുടെ മുന്നിൽ വരുമ്പോൾ അവർക്ക് വളരെ സന്തോഷമാണ്. എന്നാൽ വീട്ടിലൊരുവൻ നിൽക്കുന്നുണ്ട്, വിദ്യാഭ്യാസമില്ല, പറയാൻ തക്കതായ യാതൊരു യോഗ്യതയുമില്ല, വീട്ടിലെ പണി, വയലിലെ അധ്വാനം, ദേഹമൊക്കെയും വെയിൽ കൊണ്ട് ഇരുണ്ട്, കാണാൻ യാതൊരു ഭംഗിയുമില്ലാതെ വീട്ടിലുള്ള ഒരു മകനുണ്ട്. അവൻ ദൂരെ നിന്ന് നോക്കി നിൽക്കുകയാണ്. ജ്യേഷ്ഠന്മാർ വരുമ്പോൾ അവർക്ക് ഹഗ്ഗിങ് ഉണ്ട്, അവർക്ക് ചുംബനമുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ വീട്ടിലുള്ളവൻ ചോക്ലേറ്റിന് പകരം എന്തൊക്കെ കൊടുത്താലും അവനൊരു ഹഗ്ഗിങ്ങും ആരും ചെയ്യാറില്ല. പ്രിയമുള്ളവർ, ഞാൻ പറഞ്ഞതിൻ്റെ കാരണം പാർഷ്വാലിറ്റി അത് ശത്രുത ഉണ്ടാക്കി വയ്ക്കും. അത് നമ്മുടെ ഭവനങ്ങളിലാണെങ്കിലും സമൂഹങ്ങളിലാണെങ്കിലും സഭയിലാണെങ്കിലും അത് രണ്ട് ഗ്രൂപ്പാക്കി അത് നിർത്തും. പാർഷ്വാലിറ്റി ദൈവം വെറുക്കുന്നു. യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, 2-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലും 9-ാമത്തെ വാക്യത്തിലും, നിങ്ങൾ പക്ഷപാതം കാണിക്കരുത്, പക്ഷപാതം പാപമാകുന്നുവെന്ന് 9-ാമത്തെ വാക്യത്തിലും, നിങ്ങൾ പക്ഷപാതം കാണിക്കരുതെന്ന് 1-ാമത്തെ വാക്യത്തിലും
നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷപാതം പാപമാണെന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു. ഇവിടെ യേശാവിൻ്റെയും യാക്കോബിൻ്റെയും ബന്ധത്തിൽ മാതാപിതാക്കന്മാർ കാണിച്ചു കൊടുക്കേണ്ടതാകുന്ന നല്ല മാതൃക അവർക്ക് കാണിച്ചു കൊടുക്കുവാൻ കഴിയാത്തതിൻ്റെ ഫലമായി രണ്ടുപേരും രണ്ട് ധ്രുവത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. അതിൻ്റെ രണ്ടാമത്തെ പോയിന്റിലേക്ക് നമുക്ക് കടന്നു വരാം. ജ്യേഷ്ഠാവകാശത്തിൻ്റെ വില അറിയാത്തതാകുന്ന ഒരു യേശാവിനെ നമുക്കവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നത് ഒരു ആത്മീയ അനുഗ്രഹമാണ്. ശാരീരിക വിശപ്പ് എന്ന് പറയുന്നത് ഒരു ഭൗമികമാകുന്ന വിഷയമാണ്. ഒരു ശാരീരിക വിശപ്പിന് യേശാവ് പ്രാധാന്യം കൊടുത്തു. യാക്കോബ് ആത്മീയമാവുന്ന അനുഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. ആത്മീയ അനുഗ്രഹം അത് നിലനിൽക്കുന്നതാണ്. ശാരീരികമാകുന്ന കാര്യങ്ങൾ അത് നിലനിൽക്കുന്നതല്ല. യേശാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവനൊരു ഭക്ഷണപ്രിയനായിരുന്നു എന്നുള്ളത് തിരുവചന അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നു. ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ സകല കാര്യങ്ങളും അവൻ എന്ത് വിലയുള്ളതും വിലയില്ലാത്തതായി കാണുവാൻ ഇടയായിത്തീരുന്നു. ആത്മീയമാവുന്ന കാര്യപരിപാടികളെക്കാൾ കൂടുതലായി നമ്മുടെ ശരീരത്തിൻ്റെ വിശപ്പിന് പ്രാധാന്യം നൽകിയാൽ അത് നമ്മുടേതാവുന്ന ആത്മീയ ജീവിതത്തെ തന്നെ അവതാളത്തിലാക്കി തീർക്കും എന്നുള്ളത് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. ഒരു ഊണിനു വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞവനാണ് യേശാവെന്ന് എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ ഇടയാവുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടേതാവുന്ന ആഗ്രഹം, നമ്മുടേതാവുന്ന താല്പര്യം അത് ആത്മീയമാണോ അതോ താൽക്കാലികങ്ങളാകുന്ന ഭൂമിയിലെ താല്പര്യങ്ങളാണോ? ഭൂമിയിലെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തോടു കൂടി അവസാനിച്ചു പോകുന്നതാണ്. എന്നാൽ ഉയരത്തിലുള്ളതാകുന്ന നമ്മുടേതാകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് അത് ഒരു നാളും നശിച്ചു പോകുന്നതല്ല. കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ കാണുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നമ്മൾ ഭൂമിയിലുള്ളതിന് പ്രാധാന്യം നൽകിയാൽ ഉയരത്തിനുള്ളത് പ്രാധാന്യം കുറഞ്ഞു പോകും. അതുകൊണ്ട് വരുന്ന നാളുകളിൽ ഈ വചനത്തോടുള്ള ബന്ധത്തിൽ ഉയരത്തിലുള്ളതാവുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകി മറ്റെന്ത് കാര്യങ്ങളെക്കാളും ഉപരിയായി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അടുത്തതായി 26-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇസ്ഹാക്കും റിബേക്കയും വളരെ സുഭിക്ഷമായി കഴിഞ്ഞുകൊണ്ടിരുന്നാവുന്ന കാലഘട്ടം. അവരുടേതാവുന്ന ജീവിതത്തിലേക്ക് പെട്ടെന്ന് പ്രതിസന്ധിയായി കടന്നു വരുന്നതാകുന്ന ഒരു ക്ഷാമത്തെക്കുറിച്ചാണ് 26-ാമത്തെ അധ്യായത്തിൽ തുടങ്ങുന്നത്. അതിൽ 9 പാർട്ടായി ഞാൻ തിരിച്ചിട്ടുണ്ട്. 9-ാമത്തെ അധ്യായം അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ചേർക്കുവാനായി സാധിച്ചിട്ടില്ല. എങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ടതായ
9 കാര്യങ്ങൾ. ഒന്ന്, 26-ാമത്തെ ഒന്നാമത്തെ വാക്യത്തിലെ ക്ഷാമമാണ്. രണ്ടാമത്തേത്, ദൈവം ഇസ്ഹാക്കിനോട് മിസ്രയീമിലേക്ക് പോകരുത് എന്ന് പറയുന്നതാകുന്ന കാര്യമാണ് രണ്ടാമത്തെ വാക്യത്തിൽ. മൂന്നാമത്തെയും അഞ്ചാമത്തെയും വാക്യത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും വാഗ്ദത്വവുമാണ് നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നത്. അതിൻ്റെ 27-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇസ്ഹാക്കും റിബേക്കയും, അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്ഹാക്കും റിബേക്കയും ഗെരാറിൽ താമസിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിൻ്റെ 26-ന്റെ 12-ലേക്ക് വരുമ്പോൾ ദൈവം പറഞ്ഞത് അനുസരിക്കുന്ന ഇസ്ഹാക്ക് ദൈവത്തിൻ്റെതാവുന്ന ഭൗമികമാവുന്ന അനുഗ്രഹങ്ങൾ അവിടെ അനുഭവിക്കുന്നത് കാണുവാനായി സാധിക്കുന്നു. 26-ന്റെ 14-15 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്ഹാക്ക് കുഴിച്ചതാകുന്ന കിണറുകളും അതിൽ അസൂയാലുക്കളാകുന്ന ഫെലിസ്ത്യരെ കുറിച്ചും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ബേർഷേബയിൽ ദൈവം വീണ്ടും ഇസ്ഹാക്കിന് പ്രത്യക്ഷനാകുന്നത് കാണുന്നുണ്ട്. 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അബീമേലെക്കുമായിട്ടുള്ള, ഫെലിസ്ത്യ രാജാവാകുന്ന അബീമേലെക്കുമായിട്ടുള്ള ഒരു ഉടമ്പടിയെ നമുക്ക് കാണുവാനായി ഇടയാവുന്നു. ഏറ്റവും അവസാനമായി ഇസ്ഹാക്ക് ഏറ്റവും സ്നേഹിച്ചതാകുന്ന ഇഷ്ടപുത്രനാകുന്ന ഏശാവ് ആരോടും ചോദിക്കാതെ ആ നാട്ടിലുള്ളതാകുന്ന 2 സ്ത്രീകളെ, ഹിത്യ സ്ത്രീകളെ വിവാഹം ചെയ്തു കൊണ്ടുവരികയും വീട്ടിൽ കയറാത്തതാകുന്ന ഏശാവ് ആ വീട്ടിൽ അവരെ പാർപ്പിക്കുകയും ചെയ്യുന്ന രംഗം നമ്മൾ അവിടെ കാണുകയാണ്. ഇതിൻ്റെ 1-ാമത്തെ വാക്യം, അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്തൊരു ക്ഷാമമുണ്ടായി. അപ്പോൾ ഇസ്ഹാക്ക് ഗെരാരിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിന്റെ അടുക്കൽ പോയി. ക്ഷാമം എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. നമ്മളൊന്നും അതിൻ്റെ കെടുതികൾ കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. ഒരുപക്ഷെ നമ്മുടെ പൂർവ്വപിതാക്കളൊക്കെയും അതിൻ്റെതാവുന്ന വിഷമതകൾ വളരെയധികം അനുഭവിച്ചവരാണ്. ക്ഷാമമുണ്ടാകുന്നത് പ്രധാനമായും പ്രധാനമായും 3 കാര്യങ്ങളെ കൊണ്ടാണ്. 1, വിളനാശം. 2, യുദ്ധക്കെടുതി. 3, സാമ്പത്തിക പ്രതിസന്ധി. വിളവെടുക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ വിളവെടുക്കുന്ന സമയത്ത് ശക്തമായ മഴ കോരിച്ചൊരിഞ്ഞ് പെയ്താൽ ആ വിള നശിക്കും. അതിനോടുള്ള ബന്ധത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും. രണ്ടാമത് വെട്ടുകിളി. നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ നമ്മൾ അവിടേക്കും കാണുന്നു, വെട്ടുകിളി വന്ന് ദേശത്തെ വിളവുകൾ നശിപ്പിക്കുവാനിടയായിത്തീരും. അങ്ങനെ വരുമ്പോൾ അവിടെ ക്ഷാമം ഉണ്ടാകും. അങ്ങനെ വിവിധ നിലകളിൽ ക്ഷാമം ഉണ്ടായത് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഏലിയാവിൻ്റെ കാലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 3.5 വർഷക്കാലത്തോളം ദേശത്ത് മഴ പെയ്തില്ല. അതുകൊണ്ട് അവിടെ ഒരു ക്ഷാമമുണ്ടായി. അങ്ങനെ വിവിധ നിലകളിൽ കാർഷിക വിളകളോടുള്ള ബന്ധത്തിൽ അതിനെതിരായിട്ടുള്ളതാവുന്ന കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുമ്പോൾ വിളകൾ നശിക്കുകയും അവിടെ ഭക്ഷ്യക്ഷാമം ഉണ്ടാവുകയും ചെയ്യുവാൻ ഇടയായിത്തീരും. രണ്ടാമത്തേത് യുദ്ധക്കെടുതികളാണ്. പണ്ട് കാലത്ത് ശത്രു രാജ്യങ്ങളിലേക്ക് യുദ്ധം ചെയ്യുവാനായി പോകുന്നതിന് മുമ്പ് അവരുടെ ഗോതമ്പ് പാടങ്ങളിലേക്ക് തീ അയച്ച് അതിനെ നശിപ്പിച്ച് കളയുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ
നമ്മുടെ ഇന്ത്യയിൽ വന്നതാകുന്ന ഒരു പ്രധാന മാറ്റമുണ്ട്. ഉക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ലോകത്തിലേക്ക് ഗോതമ്പ് കയറ്റുമതി ചെയ്തതാകുന്ന രാജ്യം ഉക്രൈനാണ്. റഷ്യ അത് തടുത്തു വെച്ചു. അതുകൊണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോകേണ്ടതാകുന്ന ഗോതമ്പ് കയറ്റുമതി ചെയ്യുവാൻ കഴിയാതെ പോയി. ലോകരാജ്യങ്ങളിൽ നിന്ന് മറുപടി കൂട്ടിയപ്പോൾ ഇന്ത്യക്ക് ആ ബാധ്യത ഏറ്റെടുക്കേണ്ടതായി വന്നു. തൽഫലമായി നമ്മുടെ ഇന്ത്യൻ റേഷൻ കടകളിൽ സബ്സിഡിയായി ലഭിച്ചതാകുന്ന ഗോതമ്പ് ഇന്ത്യ ഗവൺമെന്റ് നിർത്തലാക്കി. ഉക്രൈനിൽ യുദ്ധമുണ്ടായപ്പോൾ നമ്മുടെ നാട്ടിലും ഗോതമ്പിൻ്റെതാകുന്ന വരവ് നിന്നു. അതിൻ്റെതാകുന്ന ഭവിഷ്യത്ത് നമ്മുടെ ഇന്ത്യക്കാരെയും ബാധിക്കുവാനിടയായി. മറ്റൊന്ന് സാമ്പത്തിക പ്രതിസന്ധിയാണ്. സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ കൃഷി ഇറക്കുവാനായി കഴിയുകയില്ല. കൃഷി ഇറക്കാതെ വന്നാൽ അതും ക്ഷാമത്തിന് കാരണമായി തീരും എന്നുള്ളത് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. 12-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ നമ്മൾ ആദ്യം വായിക്കുന്ന അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ക്ഷാമമുണ്ടായി. അബ്രഹാമിന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ അബ്രഹാം മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയതായി നമുക്ക് കാണുവാനായി സാധിക്കുന്നു. ദൈവത്തോട് ചോദിക്കാതെ അബ്രഹാം മിസ്രൈമിലേക്ക് പോയതിന്റെ ഫലമായി അവിടെ നിന്നും അദ്ദേഹത്തിന് ഒരു മുതല് കിട്ടി. അതാണ് മിസ്രൈമ്യ ദാസിയാവുന്ന ഹാഗർ. 4000 വർഷങ്ങൾക്ക് ശേഷവും അതിൻ്റെതാകുന്ന പ്രശ്നം ഇസ്രായേൽ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏലിയാവിന്റെ കാലത്തും ക്ഷാമമുണ്ടായി. രൂത്തിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു: ന്യായാധിപന്മാർ ന്യായപാലനം നടത്തി വന്ന സമയത്ത് ദേശത്ത് ക്ഷാമമുണ്ടായി. അവിടെ ഒരു ഏൽക്കാനിയും ഒരു നവോമിയും ഒരു മഹളോനും കില്യോനും അതിൻ്റെ ഫലമായി അപ്പത്തിൻ്റെ വീടാകുന്ന ബേതൽഹേം വിട്ട് മോവാബ് ദേശത്തിലേക്ക് യാത്രയാകുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. കഷ്ടതകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാ കാലത്തും എപ്പോഴും ദൈവജനത്തിൻ്റെ കൂടെയുണ്ട്. ഒരുപക്ഷെ ലൗകികരാകുന്ന മറ്റുള്ളവരെക്കാൾ ഉപരിയായി ദൈവജനത്തിന് പ്രതിസന്ധികൾ കൂടുതലായി കടന്നു വരുന്നുണ്ട്. അത് ദൈവം കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്. പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ദൈവത്തെ കൂടുതലായി രുചിച്ചറിയുവാൻ ഇടയായിത്തീരുന്നു. ദൈവം കൂടുതലായി നമ്മളോട് കൂടെയുണ്ടെന്നുള്ള ബോധ്യം നമുക്ക് ലഭിക്കുന്നത് നമ്മുടേതാവുന്ന ജീവിതത്തിൽ ഏറ്റവും വലിയതാവുന്ന പ്രതിസന്ധികൾ, ചില പ്രതീക്ഷിക്കാത്ത സമയത്ത് കടന്നു വരുന്നതാകുന്ന വിഷമതകൾ, ഇതൊക്കെയും ദൈവം നമ്മളോട് കൂടെയുണ്ടെന്നുള്ളതാകുന്ന ഒരു തെളിവായി ദൈവം നമ്മളെ കാണിച്ചു തരുന്നതാണെന്ന് നമുക്ക് കാണുവാനായി സാധിക്കും. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ദൈവം പറയാതെ, ദൈവം ആവശ്യപ്പെടാതെ അബ്രഹാം മിസ്രൈമിലേക്ക് പോയി. ദൈവം പറയാതെ തന്നെ ഏൽക്കാനിയും നവോമിയും മക്കളും മോവാബിലേക്ക് പോയി. ദൈവത്തോട് ചോദിക്കാതെ ഇസ്ഹാക്ക് ഫെലിസ്ത്യ ദേശത്തിലേക്ക് കടന്നുപോയി. പക്ഷേ ദൈവം പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ ഒരു വീട്ടിലേക്ക് പോയി. ഏലിയാവ് ഒരു വിധവയുടെ വീട്ടിലേക്ക് കടന്നുപോയി, സരാഫത്തിലെ വിധവ. ആ വീട്ടിന്റെ മുമ്പിൽ നോക്കുമ്പോൾ അവിടെ ഒന്നും കാണാനില്ല, ഒരു പ്രതീക്ഷയും ആ വീട്ടിലില്ല.
കേവലം ഇടയ്ക്കൊക്കെയും പട്ടിണി കിടന്ന് ഒരു നേരത്തേക്ക് മാത്രമുള്ളതാകുന്ന ഭക്ഷണധാന്യം കരുതി വെച്ച് മരിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു അമ്മയും മകനും മാത്രമേ ആ വീട്ടിലുള്ളൂ. ഏലിയാവിന് പ്രതീക്ഷിക്കത്തക്കതാകുന്ന ഒന്നും ആ വീട്ടിൽ ഏലിയാവിനില്ല. മിസ്രയീമിലേക്ക് നോക്കുമ്പോൾ എപ്പോഴും മിസ്രയീം സമ്പൽ സമൃദ്ധമായ നാടാണ്. അവിടെ ക്ഷാമം വന്നിട്ടില്ല. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം ക്ഷാമത്തിൽ പ്രയാസപ്പെടുന്ന സമയത്തൊക്കെയും മിസ്രയീമിൽ ധാന്യമുണ്ടായിരുന്നു. യാക്കോബ് തന്റെ മക്കളെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത് കാണുവാനായി സാധിക്കുന്നുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ മിസ്രയീം വളരെ ഫലഭൂയിഷ്ടമാണ്. ഏൽക്കാന മോവാബിലേക്ക് നോക്കിയപ്പോൾ അവിടെ വളരെയധികം ഫലഭൂയിഷ്ടമായി നിൽക്കുന്ന ഭൂമിയെ ഏൽക്കാന കണ്ടു. തൽക്കാലത്തേതാകുന്ന ഒരു സഹവാസത്തിന് വേണ്ടി എന്ന വണ്ണം അവർ മോവാബിലേക്ക് പോയി. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടവരായി അവിടെ നിന്ന് കടന്നു വരുന്ന കാഴ്ച നമുക്ക് കാണുവാനായി സാധിക്കുന്നു. പക്ഷേ ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവെ, ഞാൻ പറയുന്നതാകുന്ന സരാഫാത്തിലെ ഒരു വിധവയുടെ അടുക്കിലേക്ക് നീ പോകാം. ഈ ക്ഷാമം തീരുന്നവരെയും നിന്നെ പോറ്റുവാൻ നിനക്ക് വേണ്ടി അവിടെ കരുതിയിട്ടുണ്ടാകും. യാതൊരു പ്രതീക്ഷയുമില്ലാതെ, ഒന്നും മുന്നിൽ കാണാതവൻ ഈ ക്ഷാമത്തിൻ്റെതാകുന്ന സമയത്ത് ആ വിധവയുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു ഏലിയാവിനെ നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നമ്മുടേതാകുന്ന കൺമുന്നിൽ ലൗകികങ്ങളാകുന്ന പലതും നമ്മളെ തൃപ്തിപ്പെടുത്തി എന്ന് വന്നേക്കും. പക്ഷെ അതിൻ്റെതാകുന്ന അവസാനം അത് നമ്മളെ ഒന്നുമില്ലാത്തവരും എല്ലാം നഷ്ടപ്പെട്ടവരും നമ്മളെ വേദനിപ്പിക്കുന്നവരും നമ്മളെ കരയിപ്പിക്കുന്നവയുമായി അത് തീരാം. പക്ഷേ ശൂന്യതയിൽ നോക്കി ശൂന്യതയിലേക്ക് നമ്മളെ ഒരു പക്ഷേ ദൈവം പറഞ്ഞയച്ചാൽ ദൈവത്തിൻ്റെതാവുന്ന കരുതൽ ഒരു ഹാഗാറിന് വേണ്ടി ഒരു ബെർലേഹോയി കരുതിയ പോലെ ദൈവത്തിൻ്റെതാവുന്ന നീരുറവുകളെ നമുക്ക് പിന്നീട് കാണുവാനായി സാധിക്കും. നമ്മുടേതാവുന്ന ജീവിതത്തിൽ കടന്നു വരുന്നതാവുന്ന ചെറിയ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, വിഷമതകൾ, പ്രയാസവേളകൾ, ഇവിടെയൊക്കെയും ദൈവത്തിൻ്റെ ആലോചന ചോദിച്ച്, എങ്ങോട്ട് പോകണമെന്ന് ആലോചന ചോദിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ആ ഇഷ്ടം അന്വേഷിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ഹിതം ചോദിച്ചുകൊണ്ട് നമുക്ക് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തത് എന്തെന്നാൽ, നീ മിസ്രയീമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കാം. 2-ാമത്തെ വാക്യം. എന്തുകൊണ്ട് ദൈവം ഇസ്ഹാക്കിനോട് നീ മിസ്രയീമിലേക്ക് പോകരുത് എന്ന് പറഞ്ഞു? അബ്രഹാം ദൈവം പറയാതെ തന്നെ മിസ്രയീമിലേക്ക് പോയി. ഇസ്ഹാക്ക് ദൈവം പറയാതെ തന്നെ ഗെരാറിലേക്ക് പോയി. ഗെരാറിൽ താൻ താമസിച്ചുവെങ്കിലും തൻ്റെതാവുന്ന അടുത്ത സ്റ്റെപ്പ് മിസ്രയീമാണ്. ഒരു പിതാവിൻ്റെതാകുന്ന ഒരു കാഴ്ചപ്പാട് എപ്പോഴും മക്കൾക്കും ഉണ്ടാകും. പിതാക്കന്മാർ ചെയ്യുന്നതാകുന്ന തെറ്റ് മക്കൾ ആവർത്തിച്ചാൽ അതിൽ അതിശയിക്കപ്പെടാനായിട്ടില്ല. ഇവിടെ ഇസാക്ക് മിസ്രയീമിലേക്ക് പോയിട്ടില്ല. സത്യത്തിൽ അവൻ പോയത് ഫെലിസ്ത്യ രാജാവാകുന്ന അബീമേലെക്കിന്റെ അടുത്തേക്കാണ്. പക്ഷെ ദൈവം പറയുന്നത് നീ മിസ്രയീമിലേക്ക് പോകരുത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുവാനിടയായി തീർന്നത്? ഇന്നത്തെ തലമുറയോട് ചോദിച്ചാൽ
ഒരു കാര്യം ചെയ്യരുത് എന്ന് നമ്മൾ ഇന്നത്തെ തലമുറയോട് പറഞ്ഞാൽ അവർ നമ്മളോട് ന്യായമായും പറയും, ഞാനിത് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുന്ന ന്യായം പറയുന്ന മക്കളെ നമുക്ക് കാണുവാനായി സാധിക്കും. എന്ന് പറഞ്ഞതുപോലെ ഇസ്ഹാക്കിന് തീർച്ചയായും ന്യായമായും ദൈവത്തോട് ചോദിക്കാം, ഞാൻ ഇതുവരെയും മിസ്രയീമിലേക്ക് പോയിട്ടില്ല, പിന്നെ നീ എന്തുകൊണ്ടാണ് മിസ്രയീമിലേക്ക് പോകരുതെന്ന് പറയുവാൻ കാരണമെന്ന് ദൈവത്തോട് ചോദിക്കാൻ ന്യായമായും ഇസ്ഹാക്കിന് കാര്യമുണ്ട്, കാരണമുണ്ട്. പക്ഷേ ഇസ്ഹാക്ക് അത് ചോദിച്ചിട്ടില്ല. കാരണം മനുഷ്യൻ്റെതാകുന്ന ഉള്ളിലിരിപ്പ്, ഹൃദയത്തിൻ്റെ അകത്ത് എന്താണ് ഉള്ളതെന്ന് ദൈവത്തിന് കൃത്യമായി അറിയാം. നമ്മുടെ ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരായുന്നവനാണ് ദൈവമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാനായി സാധിക്കുന്നുണ്ട്. അപ്പോൾ മിസ്രയീമിലേക്ക് നീ പോകരുത്, അബ്രഹാമിന് പറ്റിയതാകുന്ന അബദ്ധം നിനക്ക് പറ്റരുത് എന്നുള്ളതാകുന്ന വാണിങ് ഇസ്ഹാക്കിന് ദൈവം കൊടുക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. നമ്മുടേതാവുന്ന ജീവിതത്തിൽ ദൈവം പറയുന്നതാവുന്ന സ്ഥാനത്ത്, ദൈവം ആക്കി വയ്ക്കുന്ന സ്ഥാനത്ത്, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെതാവുന്ന താല്പര്യം എന്താണോ അതിൻ പ്രകാരം നമ്മൾ ജീവിക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് ഈജിപ്തിൻ്റെതാവുന്ന പ്രത്യേകത? ഈജിപ്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈജിപ്ത് ഒരിക്കലും ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ജനമല്ല. അവർ വിഗ്രഹ ആരാധകരാകുന്ന ഒരു ജനക്കൂട്ടമാണ്. ഈജിപ്തിൻ്റെതാവുന്ന ആശ്രയം അവരുടെ സൈനിക ശക്തിയാണ്. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നു, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. മിസ്രയീമ്യരുടെ ശക്തി എന്ന് പറയുന്നത് അവരുടെ സൈനിക ബലവും അവരുടെ ഇരുമ്പ് രഥങ്ങളും അവരുടെ കുതിരശക്തികളുമാണ്. ഇസ്രായേലിന്റെ ബലം എന്ന് പറയുന്നത്, ഇസ്രായേലിന്റെ സൈനിക ശക്തി എന്ന് പറയുന്നത് അവരുടെ ദൈവമായ യഹോവയാണ്. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്ന കാര്യം, ലോകപരമാവുന്ന കാര്യങ്ങളിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിനൊരിക്കലും അത് തൃപ്തിപ്പെടുകയില്ല. ഒരു ദൈവ പൈതൽ ഏതൊരു കാര്യത്തിനും ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് ദൈവം ഒരു ദൈവ പൈതലിനെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇവിടെ ഇസ്ഹാക്കിനോട് പറഞ്ഞു, നീ ഈ ദേശത്ത് തന്നെ പാർക്കാം, അവിടെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കടന്നു വരാം. അതിന്റെ മൂന്നാമത്തെ വാക്യം, ഈ ദേശത്ത് താമസിക്കാം, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. ഈ ദേശത്ത് താമസിക്കും. മനുഷ്യരെപ്പോഴും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ മടിക്കുന്നവരാണ്. കുറച്ചുകൂടെ അപ്പുറം, കുറച്ചുകൂടെ സമ്പത്ത്, കുറച്ചുകൂടെ കിഴക്കോട്ട്, കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതുപോലെ, ലോത്ത് പോയതുപോലെ മാറ്റി മാറ്റി കൂടാരം അടിച്ചടിച്ച് കുറച്ചുകൂടെ സമ്പത്ത്, കുറച്ചുകൂടെ ഭൂമി, കുറച്ചുകൂടെ അധ്വാനം എന്ന് പറഞ്ഞ് പോകാനാണ് മനുഷ്യരെപ്പോഴും താല്പര്യപ്പെടുന്നത്. എന്നാൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ എന്നുള്ളതാണ്. അല്പം മതി, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ദേശത്ത് താമസിക്ക എന്ന് പറഞ്ഞതാകുന്ന ദൈവം
ഈ ദേശത്ത് താമസിക്കുക എന്ന് പറഞ്ഞ ദൈവം അവിടെ അനുഗ്രഹിക്കുന്ന കാര്യം നമുക്ക് കാണുവാനായി സാധിക്കുന്നു. 5 കാര്യങ്ങൾ ദൈവം ഈ വാക്യത്തിൽ ഇസാക്കിനോട് പറഞ്ഞത് നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. ഒന്ന്, ഈ ദേശത്ത് താമസിക്കാം, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും, അബ്രഹാമിനോട് ചെയ്തതാവുന്ന സത്യം ഞാൻ നിവർത്തിക്കും. 5 കാര്യങ്ങൾ ഇസാക്കിനോട് പറയുകയും ഇസാക്ക് അത് അനുസരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അടുത്ത പോയിന്റിലേക്ക് കടന്നു വരാം. ഗെരാറിൽ ഇസാക്കും റിബേക്കയും വന്നു പാർത്തപ്പോൾ അതിൻ്റെ 7-ാമത്തെ വാക്യം, ആ സ്ഥലത്തെ ജനം അവൻ്റെ ഭാര്യയെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൾ എൻ്റെ സഹോദരി എന്ന് അവൻ പറഞ്ഞു. സൗന്ദര്യമുള്ളതാകുന്ന ഒരു സ്ത്രീയാണിപ്പോൾ ഇസാക്കിന്റെ ഏറ്റവും വലിയ പ്രശ്നം. സൗന്ദര്യമുള്ള സ്ത്രീയായിരുന്നു സാറ. അതായിരുന്നു അബ്രഹാമിൻ്റെയും പ്രശ്നം. അത് നിമിത്തം ചെല്ലുന്ന ദേശത്തിലൊക്കെ ഇവളെൻ്റെ ഭാര്യയല്ല, ഇവളെൻ്റെ സഹോദരിയാണെന്ന് പറയുവാനിടയായി. പിതാവിൻ്റെ പാത പിന്തുടർന്ന് അതേ പാറ്റേണിൽ തന്നെ ഇസാക്കും ഇവിടെ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കുവാനായി കഴിയും. തൊട്ടു മുമ്പിലുള്ള വാക്യത്തിൽ എന്താണ് ദൈവം അരുളി ചെയ്തിരിക്കുന്നത്? നമ്മൾ വായിച്ചു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അതിൻ്റെ തൊട്ടു താഴെയുള്ള വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്, ദൈവം എന്നോട് കൂടെ ഇരിക്കും എന്നുള്ളതാകുന്ന ആ സത്യവചനം ഇസാക്ക് മറന്നുപോവുകയും തൽഫലമായി താൽക്കാലത്തേക്ക് വേണ്ടി ഒരു നുണ പറയുന്നത് നമുക്കവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. താഴേക്ക് കടന്നു വരുമ്പോൾ ഈ കള്ളത്തരം ഒരു ജാതീയനാകുന്ന, അന്യമതസ്ഥനാകുന്ന, വിഗ്രഹ ആരാധകനാകുന്ന അബീമലേക്ക് കണ്ടെത്തുകയും അബീമലേക്ക് ഒരു ദൈവ പൈതലിനെ, ദൈവത്തിൻ്റെ ഭൃത്തിനെ ഉപദേശിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവമക്കൾ ആണ് എന്നുള്ളതാകുന്ന ബോധ്യം നമ്മളെ ഭരിച്ചില്ല എങ്കിൽ മറ്റുള്ളവർ നമ്മളെ ഉപദേശിക്കുവാൻ ഇടയായിത്തീരുന്നത് ഒരു ലജ്ജാകരമാകുന്ന കാര്യമായി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അടുത്ത 5-ാമത്തെ പോയിന്റിലേക്ക് വരാം. 5-ാമത്തേത് 26-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിലാണ് കിടക്കുന്നത്. ദൈവത്തെ അനുസരിച്ചതുകൊണ്ട് ഗെരാറിൽ ദൈവം ഇസാക്കിനെ അനുഗ്രഹിക്കുന്നത് കാണുവാനായി സാധിക്കുന്നു. ഇസാക്ക് ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ചു വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. അവൻ ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസിദാസന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ദൈവം പറഞ്ഞത് അനുസരിക്കുന്നതാവുന്ന ഇസാക്ക് അനുസരിച്ചതിൻ്റെ ഫലമായി ദൈവം പറഞ്ഞത് എന്താണോ അത് നിവർത്തിക്കുന്ന ഒരു രംഗം നമ്മൾ ഈ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്. ആ ആണ്ടിൽ ഇസാക്ക് വിതച്ചു, 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ അവിടെ നിന്നും വർദ്ധിക്കുവാൻ, അവൻ്റെ സമ്പത്ത് വർദ്ധിക്കുന്നത് നമ്മൾ പിന്നീട് കാണുകയാണ്. അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. അവൻ ഒന്നുമില്ലാത്തവനായി വന്നപ്പോൾ ആർക്കും ഒരു വിഷയം അവിടെ ഉണ്ടായില്ല. ആരും അവനെതിരായി കടന്നു വന്നില്ല. ആരും അവനോട് അസൂയപ്പെട്ടതായി കാണുന്നില്ല. പക്ഷേ
അവൻ വർദ്ധിച്ചു വരുന്നത് കണ്ടപ്പോൾ അവനെക്കുറിച്ച് ഫിലിസ്ത്യർക്ക് അസൂയ തോന്നുകയും അബീമേലെക്ക് വന്ന് പറയുന്നു, നീ ഞങ്ങളെക്കാൾ ധനവാനാകൊണ്ട് നീ ഞങ്ങളെ വിട്ട് പോയാലും എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നതും നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നുണ്ട്. അവന് ആട്ടിൻകൂട്ടങ്ങളും ദാസന്മാരും ഉണ്ടായി എന്നും നമ്മൾ അവിടെ കാണുന്നു. ദൈവം ഒരുവനെ അനുഗ്രഹിക്കുമ്പോൾ മറ്റുള്ളവർ അത് ശ്രദ്ധിക്കപ്പെടുവാൻ ഇടയായിത്തീരും. അതൊരു പക്ഷേ അസൂയയ്ക്കും കാരണമായിത്തീരും. 6-ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരാം. അതിൻ്റെ 14-15 വാക്യങ്ങൾ. അസൂയയും ഒരു കൂട്ടം കിണറുകളും നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അതിൻ്റെ 15-ാമത്തെ വാക്യം. എന്നാൽ അവന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് അവന്റെ പിതാവിന്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തിക്കളഞ്ഞിരുന്നു. അബീമേലെക്ക് ഇസാക്കിനോട്, നീ ഞങ്ങളെ വിട്ട് ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ട് പോക എന്ന് പറഞ്ഞു. അങ്ങനെ ഇസാക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് ഗെരാർ താഴ്വരയിൽ കൂടാരമടിച്ച് അവിടെ പാർത്തു. പിതാക്കന്മാർ കുഴിച്ചതാവുന്ന കിണർ, അബ്രഹാം അവിടെ ഗെരാറിൽ പാർത്തിരുന്ന സമയത്ത് കുഴിച്ചതാവുന്ന കിണർ ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടിക്കളഞ്ഞിരുന്നു. അത് വീണ്ടും കുഴിക്കുവാൻ ഇസാക്ക് തയ്യാറെടുക്കുന്ന രംഗം നമ്മൾ അവിടെ കാണുകയാണ്. എന്നാൽ അതിന് തടസ്സം നിന്നുകൊണ്ട് ഫെലിസ്ത്യർ അവനെ അവിടെ നിന്നും ഒഴിവാക്കി വിടുന്ന കാഴ്ചയും നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. താഴെയുള്ള ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഏശക്കെന്നും സിത്ന എന്നും 2 പേരിട്ടതാവുന്ന കിണറുകളെ കുറിച്ച് നമുക്ക് അവിടെ പഠിക്കുവാനായി കഴിയുന്നുണ്ട്. ഏശക്ക് എന്നത് കലഹവും സിത്ന എന്നത് വിദ്വേഷവും എന്നാണ് അതിൻ്റെ പേര് ഇസാക്ക് കൊടുത്തത്. ഏശക്ക് എന്നതാവുന്ന കിണർ കുഴിച്ചപ്പോൾ ഫിലിസ്ത്യ ദേശത്തിൽ ഇടയന്മാർ വന്നിട്ട് പറഞ്ഞു, ഇത് ഞങ്ങൾക്കുള്ള കിണറാണ്. അവിടെ നിന്നും മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അവിടെയും ഫിലിസ്ത്യ ഇടയന്മാർ വന്നു പറഞ്ഞു, ഇതും ഞങ്ങൾക്കുള്ളതാണ്. വീണ്ടും അവിടെ നിന്ന് മാറിപ്പോയി കുറെ അങ്ങ് ചെന്ന് വീണ്ടും ഒരു കിണർ കുഴിച്ചു. അതാണ് രഹോബോത്ത്. അവിടെ പ്രശ്നമുണ്ടാക്കുവാനായി ഇടയന്മാർ വന്നില്ല എന്ന് പറഞ്ഞ് ദൈവം എനിക്ക് വിശാലത നൽകി എന്ന് പറഞ്ഞ് അതിന് രഹോബോത്ത് എന്ന് ഇസാക്ക് പേരിടുന്നത് കാണുവാനായി സാധിക്കുന്നു. പിതാക്കന്മാർ കുഴിച്ചതാകുന്ന കിണർ ഇസാക്ക് പിന്നെയും മൂടിക്കളഞ്ഞതാവുന്ന കിണർ പിന്നെയും കുഴിച്ചെടുക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും. വെള്ളം എപ്പോഴും നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ എന്ന് മാത്രമല്ല ജീവജാലങ്ങളുടെ എല്ലാം ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രധാന ഘടകമാണ്. വെള്ളമില്ലാതെ ജീവിക്കുവാൻ സാധ്യമല്ല. എന്നാൽ ആ വെള്ളം കുഴിച്ചെടുക്കേണ്ടത് അവിടെ താമസിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ്. മൂടിക്കളഞ്ഞതാവുന്ന കിണർ ഇസാക്ക് കുഴിച്ചെടുക്കുകയാണ്. പിതാക്കന്മാർ കുഴിച്ചതാവുന്ന കിണർ ഇസാക്ക് വീണ്ടും അത് കുഴിച്ചെടുക്കുന്നു. ഇതിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ പിതാക്കന്മാർ തുടങ്ങി വെച്ചതാകുന്ന കുഴിച്ചതാകുന്ന അനേക കിണറുകളുണ്ട്. ആ കിണറുകളിലെ വെള്ളം ആത്മീയ ദാഹത്തിന് വേണ്ടി അനേകരുടെ ദാഹം ശമിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ആ കിണർ മൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് കുഴിച്ചെടുത്ത് അതിലെ വെള്ളം ദാഹിക്കുന്നവർക്ക് ദാഹം അകറ്റുവാൻ പകർന്നു കൊടുക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇതിലൊക്കെയും
അസൂയ നിറഞ്ഞു നിൽക്കുന്നതാകുന്ന ഒരു കൂട്ടം ഫെലിസ്ത്യരെ നമുക്ക് കാണുവാനായി സാധിക്കുന്നു. അസൂയ എന്നത് വലിയൊരു വിപത്തായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കും. ഒരുവൻ എന്നേക്കാൾ ഉയർന്നു വന്നാൽ അത് ഒരു അസൂയയ്ക്ക് കാരണമായി മാറും, അതൊരു ശത്രുതയ്ക്ക് കാരണമായി മാറും. അസൂയപ്പെട്ടവരാകുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ദാവീദിനെ അഭിഷേകം ചെയ്തത് മുതൽ ഒരു ശൗൽ തന്നോട് അസൂയപ്പെട്ടത് കാണുവാനായി സാധിക്കുന്നുണ്ട്. യാക്കോബിന്റെ പുത്രന്മാർ ജോസഫിനോട് അസൂയപ്പെട്ടത് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അസൂയ പലപ്പോഴും വിദ്വേഷങ്ങൾക്ക് കാരണമായി തീരുന്നു. വെള്ളം വചനത്തെ കാണിക്കുന്നതാണ്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് ശബരിയിലേക്ക് കടന്നു പോയപ്പോൾ കിണറ്റിൻ കരയിൽ നിൽക്കുന്നതാകുന്ന സ്ത്രീയോട് കർത്താവ് പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് ശമരിയ സ്ത്രീയോട് പറയുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. വെള്ളം ദൈവവചനത്തെ കാണിക്കുന്നു. ദൈവവചനം ഓരോ ദിവസവും നമ്മൾ പാനം ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ശരീരം ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായത് വെള്ളം എന്ന പോലെ തന്നെ നമ്മുടെ ശരീരം, ആത്മീയ ശരീരം നിലനിർത്തുന്നതിന് ദൈവവചന പാരായണം ആവശ്യമാണ്. അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. 7ാമത്തെ പോയിന്റ് ഞാൻ വേഗത്തിൽ കടന്നു പോകാം. ബേർഷേബയിൽ വെച്ച് ദൈവം വീണ്ടും ഇസാക്കിനെ പ്രത്യക്ഷനാകുകയും അവിടെ ദൈവം വീണ്ടും ആ വാഗ്ദത്തം പുതുക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. അതിൻ്റെ 23 മുതലുള്ളാകുന്ന വാക്യങ്ങൾ. അവിടെ നിന്ന് അവൻ ബേർഷേബയ്ക്ക് പോയി. അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എൻ്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. അവിടെ അവൻ ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. ഇവിടെ ദൈവം പറഞ്ഞതാകുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ളതാകുന്ന ഉറപ്പ് വീണ്ടും ദൈവം അവന് ബേർഷേബയിൽ വെച്ച് കൊടുക്കുന്നു. അവിടെ അവനൊരു യാഗപീഠം ദൈവത്തിനായി പണിയുന്ന കാഴ്ച നമുക്ക് അവിടെ കാണുന്നു. യഹോവയുടെ നാമത്തിൽ ആരാധന നടത്തുന്ന ഒരു ഇസാക്കിനെ അവിടെ നമ്മൾ കാണുന്നു. മാത്രമല്ല, തൻ്റെ കൂടാരം അവിടെ അടിക്കുന്നതും നമുക്ക് കാണുവാനായി സാധിക്കുന്നു. നാം താമസിക്കുന്ന സ്ഥലത്ത് നമ്മൾ എവിടെ താമസിച്ചാലും അവിടെ ഒരു യാഗപീഠം നമുക്കുണ്ടായിരിക്കണം. അവിടെ നമുക്കൊരു ആരാധനയും ഉണ്ടായിരിക്കണം എന്നുള്ളതാവുന്ന ഒരു ചിത്രം ഇസാക്ക് നമുക്ക് കാണിച്ചു തരികയാണ്. അതിൻ്റെ 8ാമത്തെ പോയിന്റിലേക്ക് കടന്നു വരാം. അബിമേലെക്ക് ഉടമ്പടിയുമായി കടന്നു വരുന്ന രംഗമാണ് 28ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. 27ാമത്തെ വാക്യത്തിൽ ഇസാക്ക് പറയുന്ന കാര്യം നമുക്ക് കാണാം. ഇസാക്ക് അവരോട്, നിങ്ങൾ എന്തിന് എൻ്റെ അടുക്കൽ വരുന്നു? നിങ്ങൾ എന്നെ ദേഷിച്ച് നിങ്ങളുടെ ഇടയിൽ നിന്ന് അയച്ചു കളഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. അതിനവർ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. അതുകൊണ്ട് ഞങ്ങൾക്കും നിനക്കും തമ്മിൽ തന്നെ ഒരു സത്യബന്ധം ഉണ്ടായിരിക്കണം. ഞങ്ങൾ നിന്നെ തൊട്ടിട്ടില്ലാത്തതുപോലെയും നന്മ മാത്രം നിനക്ക് ചെയ്തു നിന്നെ സമാധാനത്തോടെ അയച്ചതുപോലെയും നീ ഞങ്ങളോട് ഒരു ദോഷം ചെയ്യുകയില്ല എന്ന് ഞങ്ങളും നീയും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുക. നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനല്ലോ എന്ന് പറഞ്ഞു. മുൻപ് ഗെരാറിൽ വെച്ച് ഓടിച്ചു കളഞ്ഞതാവുന്ന അബീമേലെക്കും സംഘവും അവരുടെ അടുക്കിലേക്ക്
ഇസാക്കിന്റെ അടുക്കിലേക്ക് ഒരു സന്ധിക്കായി കടന്നു വരുന്നത് നമുക്ക് കാണുവാനായി കഴിയുന്നു. അവർ പറയുന്നതാവുന്ന സ്റ്റേറ്റ്മെന്റ് ഇതാണ്: യഹോവ നിന്നോട് കൂടെയുണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. പ്രിയമുള്ളവരെ, നമ്മളെ കാണുന്ന, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മുടെ അയൽവാസികൾ, നമ്മളെ നിത്യം കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മളെ കാണുമ്പോൾ നമ്മൾ ഒരു ദൈവ പൈതലാണെന്ന് പറയുവാൻ ഇടയായിത്തീരുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമായ കാര്യമാണ്. സദൃശവാക്യം 16-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു പ്രധാനമാകുന്ന ഭാഗം നമുക്ക് കാണുവാനായി സാധിക്കും. ഒരു മനുഷ്യന്റെ വഴികൾ ദൈവത്തിന് ഇഷ്ടമായാൽ അവന്റെ ശത്രുവിനെയും അവനോട് ഇണക്കും. ശത്രുവായ ഓടിച്ചു കളഞ്ഞതാകുന്ന ഒരു അഭിമലേക്ക് ഇണങ്ങിക്കൊണ്ട് അവന്റെ സാഷ്ടാംഗം വണങ്ങിക്കൊണ്ട് തന്നെ ഇസാക്കിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന രംഗം നമ്മളവിടെ കാണുകയാണ്. ഏറ്റവും ലാസ്റ്റ് പോയിന്റ് 2 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം. ഈ അധ്യായത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്യമായ 34-35. ഏശാവിന് 40 വയസ്സായപ്പോൾ അവൻ ഹിത്തിനായ ബേരിയുടെ മകൾ യഹൂദത്തിനെയും ഹിത്തിനായ ഏലോന്റെ മകൾ ബാസുമത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു. ഇവർ ഇസ്ഹാക്കിനും റിബേക്കയ്ക്കും മനോവ്യസന കാരണമായി തീർന്നു. ഇസാക്ക് വിവാഹം കഴിച്ചത് 40 വയസ്സിലാണ്. തൻ്റെ മകനാകുന്ന ഏശാവും വിവാഹം കഴിക്കുന്നത് 40 വയസ്സിലാണ്. എന്നാൽ ഈ 2 വിവാഹങ്ങളിലും വ്യത്യസ്തങ്ങളാകുന്ന 2 കാര്യങ്ങൾ നമ്മുടെ അവിടെ കാണുന്നു. അബ്രഹാം ഒരിക്കലും തൻ്റെ മകനാകുന്ന ഇസാക്കിന് വേണ്ടി കനാൻ ദേശത്തിലെ സ്ത്രീകളിൽ നിന്നും ഒരു വിവാഹം, ഒരു സ്ത്രീയെ എടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഏലിയാസറിനെ ചുമതലപ്പെടുത്തുകയും തൻ്റെ ജന്മദേശത്തിലേക്ക് ഏലിയാസറെ പറഞ്ഞയക്കുകയും തൻ്റെ സഹോദര കുടുംബത്തിൽ നിന്നും ഒരു യുവതിയെ ഇസാക്കിന് വേണ്ടി കൊണ്ടുവരുന്നതും നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം അറിയുകയും അനുഭവിക്കുകയും ചെയ്തതാവുന്ന ഇസ്ഹാക്ക് തൻ്റെ മകന്റെ കാര്യത്തോടുള്ള ബന്ധത്തിൽ വന്നപ്പോൾ തൻ്റെ മകൻ പറയുന്നതിനെല്ലാം അനുവദിച്ചു കൊടുക്കുന്ന ഒരു രംഗം നമ്മളവിടെ കാണുന്നുണ്ട്. അത് പെട്ടെന്നുണ്ടായതാകുന്ന ഒരു കാര്യമല്ല. ഏശാവ് കൊണ്ടുവന്നതാകുന്ന വേട്ടയിറച്ചി പലപ്പോഴും അവൻ്റെ കണ്ണിനെ, ആത്മീയമാകുന്ന ദൃഷ്ടിയെ മങ്ങിച്ചു കളഞ്ഞു എന്നുള്ളത് നമുക്കതിനോടുള്ള ബന്ധത്തിൽ കാണുവാനായി സാധിക്കുന്നു. ഏശാവിന് ശക്തമാകുന്ന ഒരു ദൂത് കൊടുക്കുവാൻ, ഒരു താക്കീത് കൊടുക്കുവാൻ ഇസാക്കിന് കഴിയാത്തതാകുന്ന ഒരു രംഗം നമ്മളവിടെ കാണുകയാണ്. ഇത് ഇസാക്കിനും റിബേക്കയ്ക്കും മനോവ്യസനത്തിന് കാരണമായി തീർന്നു. വീട്ടിൽ കയറാത്തതാകുന്ന, വനസഞ്ചാരിയാകുന്ന, ഒരു വേട്ടക്കാരനാകുന്ന ഏശാവ് ഇപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് 2 ഹിത്യ സ്ത്രീകളാകുന്ന, മെരുങ്ങാത്തതാകുന്ന, അച്ചടക്കമില്ലാത്തതാകുന്ന 2 ഹിത്യ സ്ത്രീകൾ. അവർ നിമിത്തം ഭാരപ്പെടുന്നതാകുന്ന പ്രായമുള്ള ഇസ്ഹാക്കും റിബേക്കയും. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. സമയം പോയതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. ബാക്കി കാര്യങ്ങളൊക്കെയും ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് വീട്ടിൽ പോയിരുന്ന്
ചിന്തിക്കാം, ധ്യാനിക്കാം. ദൈവം നമ്മളെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ. നമ്മൾ ഈ 9 കാര്യങ്ങൾ ഇന്ന് കാണുവാൻ ഇടയായിത്തീർന്നു. മാത്രമല്ല 25-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന പോർഷനും നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ഇടയായി. അവിടെ നമ്മൾ കണ്ടത് പാർഷ്വാലിറ്റി കാണിക്കുന്നതാകുന്ന ഒരു മാതാപിതാക്കന്മാർ, അതുകൊണ്ടുണ്ടായതാകുന്ന ഭവിഷ്യത്ത്, അത് എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളത് 26-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ശക്തമായ താക്കീത് കൊടുക്കേണ്ടതാകുന്ന സ്ഥാനത്ത് താക്കീത് ചെയ്യാത്തത് കൊണ്ട് ഇസാക്കിന് മനോവ്യസനമായി തീർന്നതാകുന്ന രംഗം. 2 ഹിത്യ സ്ത്രീകൾ. നമ്മുടേതാവുന്ന ജീവിതം, ഇസാക്കിൻ്റെയും അബ്രഹാമിൻ്റെയും യാക്കോബിൻ്റെയും ഒക്കെയും ജീവിതത്തിൽ വന്നതാകുന്ന നല്ല പാഠങ്ങൾ, നല്ല ഗുണപാഠങ്ങൾ, അത് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുവാൻ ഇടയാകട്ടെ. ഒപ്പം അവരുടെ ജീവിതത്തിൽ വന്നതാകുന്ന പാളിച്ചകൾ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നല്ല പാഠങ്ങൾ ഏറ്റുകൊണ്ട്, നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം കൂടുതൽ ധന്യമായി നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മളെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ. അവൻ്റെ വിശുദ്ധ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.